ഖുർആൻ പറഞ്ഞ എന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ മുശ്രിക്കീൻ. വലതകൂനന്ന മിനൽ മുശ്രിക്കീൻ എന്നാണ്. ഇങ്ങനെ അവസാനിക്കുന്ന ആയത്ത് ഖുർആനിലെ ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണ്? നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരണം. ഇവിടെ മുസ്ലിയാർ ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇനി അങ്ങനെയല്ല, ഇങ്ങനെ ആയത്തുണ്ട് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ ഈ ആയത്ത് കാണിക്കണം. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പരസ്യമായി സമസ്തക്കാരോട് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ MT ദാരിമിയെ കൊണ്ട് നിങ്ങൾ പരസ്യമായി മാപ്പ് പറയണം മുസ്ലിം സമുദായത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത മുസ്ലിയാക്കന്മാർ ഇസ്തിഗാസവാദം സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുന്നത്, ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുന്നത്, അതുപോലെ തന്നെ കിതാബുകളിൽ തിരിമറി നടത്തുന്ന പല രംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ മങ്കടയിൽ വെച്ച് സമസ്ത EK വിഭാഗത്തിന്റെ ആദർശ സമ്മേളനം എന്ന പേരിൽ നടന്ന പ്രോഗ്രാമിൽ അവരുടെ വലിയ പണ്ഡിതനായ MT ദാരിമി എന്നറിയപ്പെടുന്ന മുസ്ലിയാരി അവരുടെ സ്റ്റേജിലും സദസ്സിലും ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ ഇരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ആയത്തിൽ പച്ചക്ക് കൃത്രിമം നടത്തിക്കൊണ്ട് സെലഫികളെ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന രംഗം കണ്ടു. സാധാരണ മുസ്ലിയാക്കന്മാർ ഇസ്തിഗാസവാദത്തെ എതിർക്കുന്ന സെലഫികളെ കുറിച്ച് പറയാറുള്ളത് ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നു, കാഫിറാക്കുന്നു എന്നൊക്കെയാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ മുസ്ലിയാർ ആരോപിക്കുന്ന ഒരു ആരോപണം നമ്മൾ കേട്ടതാണ്. സുന്നികളായ നമ്മളെയൊക്കെ കാഫിറും മുശ്രിക്കുമായി ഇവർ ഓൾറെഡി മുദ്ര കുത്തി കഴിഞ്ഞു. സമസ്തക്കാരായ ആളുകളൊക്കെ നേരത്തെ തന്നെ നമ്മൾ മുശ്രിക്കും കാഫിറും ഒക്കെ ആക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള സംസാരം. ഇവിടെ MT ദാരിമി എങ്ങനെയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശിർക്കാന്ന് പറയും ചെയ്യുന്ന മുശ്രിക്ക് അല്ല എന്നും പറയും ചില. അങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ട്. അങ്ങനെ ഒരു വൈരുദ്ധ്യം മുശ്രിക്ക് ആണെന്നും പറയും, ചിലപ്പോൾ മുശ്രിക്ക് അല്ല എന്ന് പറയുന്നവരുണ്ട്. മുജാഹിദ് ബാലുശ്ശേരിനെ പോലത്തെ സ്ട്രോങ് ആയ ആൾക്കാർ പക്കാ മുശ്രിക്കീങ്ങളാണ് എന്ന് പറയും. എന്നാൽ കുറച്ചൊക്കെ പതുക്കള്ള ആൾക്കാർ അവര് സംഗതി ശിർക്കാണ്, പക്ഷെ മുശ്രിക്ക് അല്ല എന്നും പറയും. ഇവിടെ സെലഫികൾ ഒരിക്കലും സമസ്തക്കാർ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയാൻ വേണ്ടിയല്ല ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. സമസ്തക്കാരുടെ വിശ്വാസത്തിൽ ഷിർക്കും കുഫറും കലർന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ അള്ളാഹുവിന്റെ ആയത്തും പ്രവാചകന്റെ ഹദീസും ഒക്കെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പല വാദങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കുദുസിയായ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറഞ്ഞത് എന്താണ്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുദുസിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടുകയും അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും ഒക്കെ മഹാന്മാർ ചെയ്യും. അത് അവരുടെ ദിക്റിലൂടെയും ഫിക്റിലൂടെയും നേടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നോവർ വല്ലേ നീലെത്തിനും എന്നെ വിളിപ്പോർപ്പ് വായ്പൂടാതുത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് തുടങ്ങിയുള്ള വാദങ്ങൾ ഇവർ ഉന്നയിക്കാറുണ്ട്. ഇവരുടെ പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. അത് കേവലം ആരോപണമല്ല, ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇത്തരം വിശ്വാസങ്ങൾ ഇത് പച്ചയായ ഷിർക്കാണ്, കുഫറാണ് എന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും പ്രബോധകരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയാനല്ല, അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കണം. കാരണം എന്താണ്? നമ്മൾ ചെയ്യുന്ന അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കില്ല. നമ്മൾ ഈ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അതുപോലെ തന്നെ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇത് മുൻഗാമികളായ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നതാണ്. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കെട്ടുപിടിച്ച സഹാബാക്കൾ മനസ്സിലാക്കിയതാണ്. ഉത്തമ തലമുറക്കാർ നമുക്ക് കൈമാറി തന്ന വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകളൊക്കെ നിഷ്ഫലമാക്കി നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും പ്രബോധകരും ഈ വിഷയം നമ്മോട് സംസാരിക്കുന്നത്. അതല്ലാതെ സമസ്തക്കാരൊക്കെ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് ഫത്വ കൊടുക്കാൻ വേണ്ടിയല്ല. ഖുർആൻ പറഞ്ഞ എന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ മുശ്രിക്കീൻ. ഇത് ഖുർആനിലെ ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണ്? അദ്ദേഹം ഓതി അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വലതകൂനന്ന മിനൽ മുശ്രിക്കീൻ എന്നാണ്. ഇങ്ങനെ അവസാനിക്കുന്ന ആയത്ത് ഖുർആനിലെ ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണ്? നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരണം. ഇവിടെ മുസ്ലിയാർ ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആയത്തിൽ കൃത്രിമം നടത്തിയിട്ടാണുള്ളത്. ഇനി അങ്ങനെയല്ല, ഇങ്ങനെ ആയത്തുണ്ട് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ ഈ ആയത്ത് കാണിക്കണം. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പരസ്യമായി സമസ്തക്കാരോട് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ MT ദാരിമിയെ കൊണ്ട് നിങ്ങൾ പരസ്യമായി മാപ്പ് പറയണം മുസ്ലിം സമുദായത്തിൽ. അള്ളാഹുവിന്റെ ആയത്ത് ഇദ്ദേഹം ഇവിടെ പച്ചക്ക് തിരിമറി നടത്തിക്കൊണ്ട് കോട്ടിമാട്ടിക്കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതേ രൂപത്തിൽ ഇദ്ദേഹം ഓതി വെച്ച അതേ രൂപത്തിലുള്ള വേറൊരു ആയത്തിന്റെ സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്ത്. അവിടെ പറയുന്നത് വലതകൂനന്ന മിനൽ ഖാസിരീൻ എന്നാണ്. എന്നാൽ ഇവിടെ ഇദ്ദേഹം ഓതി വെച്ചത് വലതകൂനന്ന മിനൽ മുശ്രിക്കീൻ എന്നാണ്. എന്നാൽ ചില മുസ്ലിയാക്കന്മാർ ന്യായങ്ങൾ പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ഇവിടെ വലതകൂനന്ന മിനൽ ഖാസിരീൻ എന്നെടുക്കെ അദ്ദേഹം മുശ്രിക്കീൻ എന്ന് പറഞ്ഞു പോയതായിരിക്കൂലേ? അതിനെ ആ രീതിയിൽ കണ്ടാ പോരെ എന്നുള്ള രീതിയിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ച് ന്യായീകരിക്കാൻ വരാൻ സാധ്യതയുണ്ട്. അവർക്കുള്ള മറുപടി മുൻകൂട്ടി തന്നെ പറഞ്ഞു വെക്കുകയാണ്. അദ്ദേഹം അതിന്റെ അർത്ഥം പറയുന്ന ഭാഗം ഒന്ന് കേൾക്കുക. ശിർക്ക് ഒരാൾ ചെയ്താല്, ശിർക്ക് ഒരാളിൽ നിന്ന് വന്നാല് അമലുകളെല്ലാം പൊളിഞ്ഞു, മാത്രമല്ലോ മുശ്രിക്കായി മാറിയെന്ന.
ഖുർആൻ പറഞ്ഞത്. ഇവർ പറയുന്നത് മുശ്രിക്ക് ആകൂല്ലേ എന്നതിൽ വളരെ തർക്കം. സഹോദരങ്ങൾ, ഇദ്ദേഹം ഇവിടെ ഈ അർത്ഥം പറഞ്ഞത് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടില്ലേ, അദ്ദേഹം ഇവിടെ ബോധപൂർവം തന്നെ അള്ളാന്റെ ആയത്തിൽ കൃത്രിമം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. വല തഖൂനന്ന മിനൽ മുശ്രിക്കീൻ എന്ന് അദ്ദേഹം ബോധപൂർവം ഓതിയത് തന്നെയാണ്. എന്നാൽ ഇവിടെ അദ്ദേഹം സൂറത്ത് സുമറിലെ ആയത്താണ് ഓതിയത് എങ്കിൽ അവിടെ അദ്ദേഹം ഓതേണ്ടത് എന്താണ്? വല തഖൂനന്ന മിനൽ ഖാസിരീൻ എന്നാണ്. അവിടെ ഒരിക്കലും അള്ളാഹു മുശ്രിക്കായി എന്നല്ല പറയുന്നത്, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നാണ് പറയുന്നത്. ശിർക്ക് വെച്ച് പുലർത്തിക്കൊണ്ട് അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുകയില്ല. മാത്രവുമല്ല, തീർച്ചയായും നഷ്ടക്കാരിൽ പെട്ടവനായിരിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. എന്നാൽ മുസ്ലിയാർ ഇവിടെ ബോധപൂർവം മുജാഹിദുകളെ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ആയത്തിൽ കൃത്രിമം നടത്തി അദ്ദേഹത്തിന്റെ വേണ്ട രൂപത്തിലേക്ക് ആക്കിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു വെക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വലഖദ് ഉഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ എന്നാണുള്ളത്. അദ്ദേഹം ഓതിയ രൂപത്തിലല്ല ഉള്ളത്. അദ്ദേഹം ഓതിയത് വലതകൂനന്ന മിനൽ ഖാസിരീൻ എന്നടുക്ക് വലതകൂനന്ന മിനൽ മുശ്രിക്കീൻ എന്നാണ് ഓതിയിട്ടുള്ളത്. അത് ബോധപൂർവം തന്നെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങൾ, ഇവിടെ മുസ്ലിയാര് അള്ളാന്റെ ആയത്തിൽ കൃത്രിമം നടത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന സമയത്ത് സ്റ്റേജിലിരിക്കുന്ന മുസ്ലിയാക്കന്മാരെ കാണിക്കുന്നുണ്ട്. അവരുടെ വലിയ വലിയ നേതാക്കന്മാരായ ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അവരാരും തന്നെ ഇത് തിരുത്തി കൊടുക്കാനുള്ള ശ്രമം പോലും നടത്തിയിട്ടില്ല. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ചോദിക്കണം ആ മുസ്ലിയാക്കന്മാരോട്, ഖുർആനിലെ ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണ് MT ദാരിമി സ്റ്റേജിലൂടെ ഓതി തന്നത്? നിങ്ങളൊക്കെ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളൊക്കെ വായ് പൊളിച്ചിരുന്ന് കേൾക്കുകയായിരുന്നല്ലോ. ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണ് എന്ന് നിങ്ങൾ ചോദിക്കണം. ഇവിടെ അദ്ദേഹം ഓതുമ്പോൾ അബദ്ധത്തിൽ തെറ്റിപ്പോയതല്ല, അദ്ദേഹം ബോധപൂർവം തന്നെ അങ്ങനെ ഓതിയതാണ്. തെറ്റിച്ച് ഓതിയത് തന്നെയാണ്, കൃത്രിമം നടത്തിയത് തന്നെയാണ്. അദ്ദേഹം അതാണ് അർത്ഥം ആ രൂപത്തിൽ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരസ്യമായി മാപ്പ് പറയണം. പരസ്യമായി പ്രസംഗിച്ചതല്ലേ, പരസ്യമായി അദ്ദേഹം മാപ്പ് പറയണം. അതല്ല ഇങ്ങനൊരു ആയത്തുണ്ട് എന്നാണ് എങ്കിൽ ഞാനും ഇവിടെ പരസ്യമായാണല്ലോ പറയുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണ്. ഇനി സഹോദരങ്ങളെ, സെലഫികളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ആയത്തിൽ കൃത്രിമം നടത്തിക്കൊണ്ട് മുസ്ലിയാർ സ്ഥാപിക്കാൻ ശ്രമിച്ച വിഷയം, ഇത്തരം വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളുടെ പേരിൽ ശിർക്കും കുഫറും ആരോപിക്കലാണോ? എന്നാൽ സഹോദരങ്ങൾ, ഈ വിഷയത്തിൽ സെലഫികളുടെ നിലപാട് എന്താണ്? നമുക്കതൊന്ന് കേൾക്കാം. ഇസ്തിഗാസ ചെയ്യുന്ന ഏതൊരാളെയും വ്യക്തിയെയും അവര് മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് നമ്മളാരും പറയാറില്ല, പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുമ്പും അതുപോലെ തന്നെ ഇപ്പോഴും അത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്തിഗാസ എങ്ങനെ ശിർക്കാവുന്നു ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം പറഞ്ഞത്, ഇവിടെ മുശ്രിക്കാണ്, കാഫിറാണ് നിങ്ങൾ പറയുന്നില്ല, ഇല്ല, അങ്ങനെയല്ല. മറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഫൽ ജാഹിലു വൽ മുഫ്തിഉ മിൻ ഹാസിൽ ഉമ്മത്ത്. അഥവാ ജാഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിവില്ലായ്മ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വൽ മുഫ്തി അതുപോലെ തന്നെ അബദ്ധം ചെയ്യുന്ന ആൾക്കാർ, ഈ ഉമ്മത്തിൽ പെട്ടിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ അബദ്ധത്തിലും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വലവ് അമിര മിനൽ കുഫ്രി വശിർക്കി മാ യകൂനു സാഹിബു മുശ്രിക്കൻ ഔ കാഫിറൻ. അഥവാ അവര് കുഫർ, വ്യക്തമായിട്ടുള്ള ഒരു കുഫ്റോ അല്ലെങ്കിൽ ഷിർക്കോ അവരിൽ നിന്ന് ഒരു പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും മുശ്രിക്കോ അല്ലെങ്കിൽ കാഫിർ ആകുന്നില്ല. കാരണം എന്താ, പിന്നെ യഅ്സിറുൽ ബിൽ ജഹ്ലി വൽ ഖതഇ, കാരണം അവർക്ക് ഇളവുണ്ട്. ചിലപ്പോൾ അവരുടെ അബദ്ധം കാരണത്താൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ അറിവില്ലായ്മ കാരണത്താൽ അവർക്ക് ഉസ്റുണ്ട്. എത്രത്തോളം വെച്ചാൽ എപ്പോഴെന്ന് വെച്ചാൽ അവരുടെ മേൽ വ്യക്തമായി തന്നെ ഹുജ്ജത്ത് സ്ഥാപിക്കണം, തെളിവ് സ്ഥാപിക്കണം. അതല്ലാതെ ഒരാളിപ്പോ എന്താണ് ഒരു ഇസ്തിഗാസ ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ചെയ്തു വിചാരിക്കുക, അവന് മുശ്രിക്ക് കാഫിർ എന്ന് വിളിക്കാൻ ഒരു വകുപ്പുമില്ല. മറിച്ച് ഇന്ന പ്രവൃത്തി ശിർക്കാണ് കുഫ്റാണെന്ന് പറയുന്നല്ലാതെ തഈൻ ചെയ്ത് അഥവാ ഒരാളെ നിർണയിച്ചു കൊണ്ട് അവൻ കാഫിറാണ് മുശ്രിക്കാണെന്നുള്ളത് പറയാൻ പാടില്ല. ഇനി മനസ്സിലാക്കുന്നത്, ഇത് 6-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഇബ്നു അറബി റഹിമഹുല്ലാഹ് മാത്രമല്ല, ഇത് ഏഷ്യ പണ്ഡിതന്മാർ എല്ലാവരും വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫികൾക്കൊക്കെ എല്ലാവരും, സലഫികൾക്ക് അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് മുഹസിൻ അബ്ബാദ് ഹഫിളഹുല്ലാഹ്. അദ്ദേഹവും ഈ കാര്യം പറയുന്നത്, ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ, എന്താണ് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അതുപോലെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ അവര് എന്താണ്, അത് യഥാർത്ഥത്തിൽ ഷിർക്കുൻ അക്ബറാണ്, അതിൽ സംശയമില്ല. പക്ഷെ വലാ യുഖാലു ലികുല്ലി മൻ ഫഅല ദാലിക ഇന്നഹു മുശ്രിക്കുൻ കാഫിറുൻ. പക്ഷെ അവരെല്ലാം ഓരോരുത്തരെയും എടുത്തുകൊണ്ട് അവർ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഉസ്ർ ബിൽ ജഹൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇസ്തിഗാസ ചെയ്യുന്ന എല്ലാവരെയും തഈൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഘടനയെ തന്നെ, അഥവാ ഈ പറയപ്പെടുന്ന AP സമസ്തയോ അല്ലെങ്കിൽ EK സമസ്തയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അവര് മുശ്രിക്കാണ്, കാഫിറാണ് എന്നുള്ളത്, ആ സംഘടന മുശ്രിക്കാണ്, കാഫിറാണെന്നുള്ളത് ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ ഇന്ന പ്രവൃത്തി, ഇന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാം.
ഹുജ്ജത്ത് സ്ഥാപിക്കാം. എന്നിട്ട് പിന്നെ ഇസ്ലാമികമായിട്ടുള്ള രാഷ്ട്രമാണെങ്കിൽ അതിന്റെ ഖാദിയാണത് ഒരാളെ തക്ഫീർ ചെയ്യുന്നത്, അതല്ലാതെ സാധാരണക്കാരോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കാണുന്ന ദായികളോ ഇല്ല. സഹോദരങ്ങൾ, എത്ര കൃത്യമാണ്, വ്യക്തമാണ്. ഇതാണ് സെലഫികളുടെ നിലപാട്. ഇവിടെ ആരെങ്കിലും പിടിച്ച് മുശ്രിക്കാക്കുക, കാഫറാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടല്ല സമൂഹത്തിന്റെ ഇടയിലേക്ക് സെലഫികൾ വരുന്നത്. ശിർക്കും കുഫറും കലർന്ന വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അതൊന്നും സ്വീകരിക്കുകയില്ല. നമ്മൾ നഷ്ടക്കാരുടെ ഗണത്തിലാണ് പെടുക. അതുകൊണ്ട് തന്നെ ഇത്തരം ശിർക്കും കുഫറും കലർന്ന വിശ്വാസത്തിൽ നിന്ന് നാം വിട പറയണം. എന്നാൽ മാത്രമേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സന്ദേശമാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ ആരെയും മുശ്രിക്കാക്കാനോ കാഫറാക്കാനോ വേണ്ടിയല്ല. ഇവിടെ ബോധപൂർവം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് നമ്മൾ ഓരോ ദിവസമായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇവരെ ഏത് അറ്റവും പോകും എന്നുള്ളതിന്റെ അവസാന ഉദാഹരണമാണ് നമ്മൾ MT ദാരിമിയിൽ നിന്ന് ഇന്നലെ കണ്ടത്. ഇനി അതല്ല, ഞാൻ പറയുന്നത് കളവാണ്, അങ്ങനെ ആയത്തുണ്ട് എന്നാണ് എങ്കിൽ നിങ്ങൾ ആയത്ത് കാണിക്കുക, ഞാൻ പരസ്യമായി മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാണ്. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ആയത്ത് കാണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ MT ദാരിമിയെ കൊണ്ട് പരസ്യമായി നിങ്ങൾ മാപ്പ് പറയിപ്പിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരം മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.